+1 വാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? കഴിഞ്ഞ വർഷങ്ങളിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ആവർത്തിച്ചു വരുന്ന പല ചോദ്യങ്ങളുണ്ട്, അത് മനസ്സിലാവണമെങ്കിൽ മുഴുവനായി തന്നെ കാണണം, ഒരിക്കലും തന്നെ നഷ്ടമാവില്ല. ആദ്യം നമുക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിൽ നടന്ന ചോദ്യപേപ്പർ ഏത് രൂപത്തിലാണെന്ന് പരിചയപ്പെടാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. തുടർന്നും മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങൾ നൽകുന്ന സമ്മാനവും സപ്പോർട്ടുമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് സഹകരിക്കണമെന്നറിയിക്കുന്നു. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വഫിക്ക് യോജിപ്പിക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ചവ മുകളിൽ കൊടുത്ത ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അതിൽ ഒന്നാമത്തെ ചോദ്യം നമുക്ക് വായിക്കാം. കുല്ലു ഇസ്മിൻ, എല്ലാ ഇസ്മും, ബുദിഅ ബിഹി അൽ ജുംലത്തു, ഇസ്മു കൊണ്ട് ജുംല തുടങ്ങപ്പെട്ടിരിക്കുന്നു. ജുംലയെ തുടങ്ങിയത് ഏതുകൊണ്ടാണ്? ഇസ്മു കൊണ്ടാണ്. അങ്ങനത്തെ ഓരോ ഇസ്മും യുസമ്മ, അതിനിക്ക് പറയുന്നത് മുബ്തദഉൻ എന്നാണ്, മുബ്തദയാണ്. ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയിലെ ആദ്യത്തെ ഇസ്മു മുബ്തദയായിരിക്കും എന്നർത്ഥം. ഇനി തമ്മീസുൽ മിസാഹത്തി, കോലളവിനിക്കുള്ള ഒരു ഉദാഹരണം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അളവിൻ്റെതാണല്ലോ, നമ്മൾ പഠിച്ച വിഷയമാണത്. അതിൽ ബ്രാക്കറ്റിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ബിഅ്തു മിത്രൻ അർലൻ. ബിഅ്തു ഞാൻ വിറ്റു, മിത്രൻ മീറ്റർ, അർലൻ ഭൂമി, 1 മീറ്റർ ഭൂമി ഞാൻ വിറ്റു. മൂന്നാമത്തത് തമ്മീസുൽ കൈലി, കൈലിൻ്റെ കണക്ക്, അളത്തം. അതിനിക്ക് യോജിച്ചവ ഏതാണ്? ഇഷ്തറൈതു, ഞാൻ വിറ്റു അല്ലെങ്കിൽ വാങ്ങി. ഖംസത്ത ലിറ്ററൻ, 5 ലിറ്റർ ബുർറ് ഗോതമ്പ്, 5 ലിറ്റർ ഗോതമ്പ് ഞാൻ വാങ്ങി. ഇഷ്തറൈതു എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി. നാലാമത്തത് മാകാന മിൻ ജിൻസിൽ മുസ്തസ്നാ മിൻഹു, മുസ്തസ്നാ മിൻഹുവിൻ്റെ ജിൻസിൽ നിന്നുണ്ടാകുന്ന ഒന്ന് ഏതാണ്? അൽ മുത്തസിലാണ്. എല്ലാവരും വന്നു, സെയ്ദ് വന്നില്ല, ഇതാണല്ലോ മുസ്തസ്ന. അപ്പോൾ ഇത് തന്നെ 2 രൂപത്തിൽ വരുന്നുണ്ട്. മുസ്തസ്നാ മിൻഹുവിൻ്റെ ജിൻസിൽ തന്നെയാകുമ്പോൾ മുത്തസിലായി വരും. മാലയക്കുൻ മിൻ ജിൻസിൽ മുസ്തസ്നാ മിൻഹു, മുസ്തസ്നാ മിൻഹുവിൻ്റെ ജിൻസിൽ നിന്നല്ലാതെയാകുമ്പോൾ അത് മുങ്കത്തിയാകും. ആറാമത്തത് യജിബുൻ നസ്ബ് നിർബന്ധമാകും. അതിനോട് യോജിച്ചത് ഏതാണ്? ഇദാ തഖദ്ദമൽ മുസ്തസ്ന അലൽ മുസ്തസ്നാ മിൻഹു, മുസ്തസ്നാ മിൻഹുവിനേക്കാളും മുസ്തസ്ന മുന്തിക്കഴിഞ്ഞാൽ നസ്ബ് നിർബന്ധമാകും. ഷത്താന ബിമാന ഇഫ്തറക്ക, ഷത്താനയുടെ മാന എന്താണ്? അർത്ഥം എന്താണ്? ഇഫ്തറക്ക, വേർപിരിഞ്ഞു എന്നുള്ളതാണ്. ഹയ്യ അല ബിമാന ഇത്തിബിഹി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് ഈത്തി അംസിലത്തല്ലിമായത്തി, താഴെ കൊടുത്തിരിക്കുന്നവക്കൊക്കെ ഒരു ഉദാഹരണം കൊണ്ടുവരാനാണ്. ഒന്നാമത്തത് അൽ മുനാദ അൽ മബിനിയു അലൽ ലമ്മി, ലമ്മിൻ്റെ മേലിൽ മബിനിയായ മുനാദക്കുള്ള ഉദാഹരണം. മുനാദ എന്ന് പറഞ്ഞാൽ വിളിയാണല്ലോ, വിളിക്കുന്നതിനാണ് മുനാദ എന്ന് പറയുന്നത്. അതുതന്നെ ലമ്മിൻ്റെ മേലിൽ മബിനിയാവണം. ഉദാഹരണം യാ സെയ്ദു. രണ്ടാമത്തത് അൽ അബുൽ മുലാഫു ഇലാ യാ ഇൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട അബ്, അതിൻ്റെ ഉദാഹരണം എങ്ങനെയാണ്? യാ അബത്തി എന്നതാണ് അതിൻ്റെ ഉദാഹരണം. 3 അൽ മുനാദൽ മബിനിയു അലൽ വാവി, വാവിൻ്റെ മേലിൽ മബിനിയായ മുനാദക്കുള്ള ഉദാഹരണം. യാ സെയ്ദൂന, വാവ് കണ്ടില്ലേ? സെയ്ദൂന, അത് വാവിൻ്റെ മേലിൽ മബിനിയായതാണ്. നാലാമത്തത് അൽ മുനാദൽ മബിനിയു അലൽ അലിഫി, അലിഫിൻ്റെ മേലിൽ മബിനിയായ മുനാദ യാ സെയ്ദാനി എന്നതാണ്. മൂന്നാമത്തത് ദാഇറത്തൻ അലൽ ഖതഇ വകുതുബി സഹീഹ
ഫിൽ ജദ്വലി, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ മിസ്റ്റേക്കായിട്ടുള്ളവ, തെറ്റ് വന്നിട്ടുള്ളവ റൗണ്ട് ചെയ്യുക. അത് തന്നെ ഇപ്പുറത്തെ കൊടുത്തിരിക്കുന്ന കള്ളിയിൽ ശരിയാക്കി എഴുതുകയും ചെയ്യുക. ഒന്നാമത്തത് റുവൈദ മദീനിക ഇലൽ മൈസറ. ശരിയാക്കി തെറ്റ് സംഭവിച്ചത് മദീനിക എന്നിടത്താണ്. അത് നമ്മൾ ശരിയാക്കി മദീനക എന്നാക്കി. മത്താ തെജ്ലിസു അജ്ലിസ്, തെറ്റ് തെജ്ലിസു എന്നതാണ്. അതിനെ ശരിയാക്കി മത്താ തെജ്ലിസ് അജ്ലിസ് എന്നാക്കി. മൂന്നാമത്തത് വമാ അളുന്നു സാഅത്തു ഖായിമ എന്നതിലെ സാഅത്തു എന്നുള്ളത് തെറ്റാണ്. അസ്സാഅത്ത എന്നാണ് വേണ്ടത്. 4 ഹൈസുമാ തസ്തഖിം യുഖദ്ദിറു ലക്കല്ലാഹു നജാഹ എന്നുള്ളതിലെ യുഖദ്ദിറു തെറ്റാണ്. യുഖദ്ദിർ എന്നാണ് വേണ്ടത്. ഹിൻ ഫുല്ല ഇംറഅത്തിൻ, ഫുല്ല എന്നുള്ളത് തെറ്റാണ്. അഫുലു എന്നാണ് ശരിയായി വരേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ നാലാമത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. അതിലൊന്ന് തഅജ്ജുബു മാ ഹുവ. തഅജ്ജുബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്ചര്യപ്പെടുക, അത്ഭുതപ്പെടുക എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചതല്ലേ. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? എന്താണ്? ഇസ്തിഅലാമു ഫിഇലി ഫാഇലിൻ, ഒരു പ്രവൃത്തി ചെയ്യുന്നവൻ്റെ ഭാഗത്ത് നിന്ന് പ്രകടമാകുന്ന പ്രത്യേകമായ ഒരു കാര്യത്തെ വലുതായി കാണലാണ് തഅജ്ജുബ് എന്നുള്ളത്. നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. ആശ്ചര്യത്തോടെ നോക്കിക്കാണുക, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി വരുന്ന കാര്യമായതുകൊണ്ട്. സാധാരണ ഇങ്ങനെ എപ്പോഴും ചെയ്യുന്ന കാര്യമല്ല, പ്രത്യേകമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണത് തഅജ്ജുബായി നമുക്ക് വരുന്നത്, അത്ഭുതത്തിൽ ആശ്ചര്യത്തിൽ വരുന്നത്. രണ്ടാമത്തത് സിഅത്തു തഅജ്ജുബി കം ഹിയ വമാ ഹിയ. തഅജ്ജുബിൻ്റെ പദങ്ങൾ എത്ര, ഏതൊക്കെ? എത്ര എന്നുള്ളതിനിക്ക് ഉത്തരം 2. ഏതൊക്കെ എന്ന ചോദ്യത്തിനിക്ക് മാ അഫ് അല, അഫ് ഇൽ ബിഹി എന്നിങ്ങനെ 2 പദങ്ങളാണ് തഅജ്ജുബിൻ്റെ പദമായി വരുന്നത്. മൂന്നാമത്തത് എൽസമു അൻ യുതാബിക അഫ് അലു തഫ്ലീലി മൗസൂഫഹു മതാ. അഫ്ളലു തഫ്ലീല് മൗസൂഫിനോട് യോജിച്ച് വരൽ നിർബന്ധമാണ് എപ്പോൾ? ഇദസ്തഅമല അഫ്ളലു തഫ്ലീലി ബി അല്ല്. അഫ്ളലു തഫ്ലീലിനെ അല്ല് ഉൾപ്പെടുത്തി, അല്ല് ചേർത്തി പറയുകയാണെങ്കിൽ. നാലാമത്തത് ഹുറൂഫുൻ നിദാഇ ലിൽ ബഈദി മാഹിയ. വിദൂരത്തേക്കുള്ള നിദയുടെ ഹർഫുകൾ ഏതൊക്കെ? യാ, ഐ, ആ, അയാ, ഹയാ. ഇതൊക്കെ നിദ ചെയ്യാൻ, വിളിക്കാൻ വേണ്ടി, അതും വിദൂരത്തുള്ളവരെ വിളിക്കാൻ വേണ്ടിയുള്ളതാണ്. അഞ്ചാമത്തത് വസ്നു മസ്ദരി ഫഅല. ഫഅലയുടെ മസ്ദറിൻ്റെ വസ്ന് അൽ ലാസിമി ദാലി അലൽ ഇംതിനാ. ഇംതിനായിൻ്റെ മേൽ അറിയിക്കുന്ന ലാസിമായ ഫഅലയുടെ മസ്ദർ എന്താണ്? ഫിആൽ എന്നുള്ളതാണ്. ആറാമത്തത് മതാ യകൂനുൽ മുളാരിഉ മർഫൂഅൻ. മുളാരി എപ്പോഴാണ് മർഫൂ ആകുന്നത്, റഫ് ആക്കപ്പെട്ടതാകുന്നത്? ഇദാ ഖലൽ ഫീലുൽ മുളാരി, മുളാരിയായ ഫീൽ ഒഴിവായാൽ, മിൻ നാസിബിൻ വ ജാസിമിൻ, ജസ്മ് ചെയ്യുന്ന അക്ഷരത്തിൽ നിന്നും നസ്ബ് കിട്ടുന്ന അക്ഷരത്തിൽ നിന്നും മുളാരിയായ ഫീൽ ഒഴിവാണെങ്കിൽ പിന്നെ മുളാരിയായ ഫീല് മർഫൂ ആണ്, റഫ് ഉള്ളതാണ്. അടുത്തത് അഞ്ചാമത്തത് ബയ്യിൻ, വ്യക്തമാക്കാനാണ്. 1 അമലു അഫ്ആലിൽ മദ്ഹി ബദ്ദമ്മ്. മദ്ഹ് ദമ്മിൻ്റെ ഫീലുകളുടെ അമലെന്താണ്? തർഫഉ ഇസ്മൽ ജിൻസ്, ഇസ്മ ജിൻസിനിക്ക് റഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇസ്മ ജിൻസോ അൽ മുഅറഫു ബി അല്ല്, അല്ല് കൊണ്ട് മഅരിഫയാക്കപ്പെട്ടത്, അല്ലുള്ളത്. ഔ മാ ഉദീഫ ഇല മാ ഫീഹി അല്ല്, അല്ലുള്ള ഒന്നിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടത്, ചേർക്കപ്പെട്ടത്, അതാണ്. രണ്ടാമത്തത് തമ്മീസു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. തമ്മീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ അറബിയിൽ തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇസ്മുൻ, ഫളലത്തുൻ, നക്കിറത്തുൻ, ജാമിദുൻ, മുഫസ്സിറുൻ, ഇങ്ങനെയെങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കുക. ലിമാ ഉബ്ഹിമ മിന ദവാത്തി അവിൻ നിസ്ബത്തി, ഇതാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡെഫിനിഷൻ, താരീഫ്. അതിൻ്റെ അറബി മലയാളം എങ്ങനെ വരുന്നത്? അവ്യക്തമാക്കപ്പെട്ട സാധനത്തിനെയോ
അത് ദാത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബന്ധത്തെയോ അത് നിസ്ബയാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഫളിലയായ നക്കിറയായ ജാമിദായ ഒരു ഇസ്മാണ് തമ്മീസ് എന്ന് പറയുന്നത്. ലേശം പ്രയാസം ഉണ്ടാകും, പഠിച്ചേ പറ്റൂ. അതിൻ്റെ മലയാളം പഠിക്കുന്നതിലും എളുപ്പം നമുക്കതിൻ്റെ അറബി അങ്ങ് പഠിച്ചു വെക്കുന്നതാണ്. അടുത്ത ചോദ്യം, ഇറാബുൽ മുലാഫിലേഹി, മുലാഫിന്നിലേൻ്റെ ഇറാബ് എല്ലാവർക്കും അറിയാം, ജറാകുന്നു. നാലാമത്തത് അമലു അഫ്ആലി ഷക്കി വൽ യക്കീനി, ഷക്ക് യക്കീൻ്റെ ഫീലുകളുടെ അമൽ എന്താണ്? യുൻസബു മഫ്ഊലൈനി, രണ്ട് മഫ്ഊലിനിക്ക് നസ്ബ് ചെയ്യുക എന്നുള്ള പണിയെടുക്കുന്ന ആളുകളാണ് ഷക്ക് യക്കീൻ്റെ ടീം. ശ്രദ്ധിക്കുക. ഇനി ആറാമത്തത് തർജിം, പരിഭാഷപ്പെടുത്താനാണ്. അറബി മലയാളത്തിലേ എഴുതാവൂ. മലയാളത്തിൽ വേഗം മനസ്സിലാവാൻ വേണ്ടി ഇതിൽ എഴുതി എന്നേ ഉള്ളൂ. ഒരിക്കലും മലയാളം അക്ഷരങ്ങൾ ഒരിക്കലും പേപ്പറിൽ ഉണ്ടാവരുത്, അത് മാർക്ക് നഷ്ടപ്പെടാൻ കാരണമാകും. അതിലൊന്നാമത്തത് ഐഹാത്തൽ അഖില്ലാഹു, കൂട്ടുകാർ അകലെയായി, വിദൂരത്തായി. ഇതിൽ മലയാളത്തിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടി കൊടുത്തതാട്ടോ. രണ്ടാമത്തത് കുന്തു അഖല്ലുക്ക നാസുറ, നീ ഒരു സഹായിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ രൂപത്തിലാണ് അതിൻ്റെ തർജിമ കൊടുക്കേണ്ടത്. അല്പം പ്രയാസമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ വായിച്ചത്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നല്ലോണം പാഠഭാഗവുമായി നമ്മൾ ബന്ധമുണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് അടുത്തൊരു പേപ്പർ കൂടെ വായിച്ചു നോക്കാം. അതിലൊന്നാമത്തെ ചോദ്യം നുവഫിക്കു, യോജിപ്പിക്കാനാണ്. ഇസ്മുൻ ബുദിഅ ബിഹി അൽ ജുംലത്തു, നേരത്തെ കൊടുത്ത അതേ ചോദ്യം തന്നെയാണ്. ഇസ്മു കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംല, അതിൽ ആദ്യത്തേന് എന്താണ് പറയുക? മുബ്തദ എന്നാണ് പറയുക. രണ്ട് മിസാഹത്തുൻ വ കൈലുൻ വ വസ്നുൻ, ഇത് മൂന്നും എന്താണ്? മിസാഹത്ത്, കൈല്, വസ്ന്, ഇത് മൂന്നിനും കൂടെ എന്താണ് പറയുക? മക്കാദീർ, കണക്കുകൾ നോക്കുന്നതാണ്. മൂന്നാമത്തത് മാലം യുസ്ബക്ക് ബി നഫീൻ ഔ ഷിബിഹി, നഫി കൊണ്ടോ ഷിബുഹ് നഫി കൊണ്ടോ മുൻകടക്കാത്ത ഒന്നാണ് എന്ത്? ഏതാണ്? മൂജബ് എന്നുള്ളത്. പഠിച്ചതാണ് അതൊക്കെ, ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാലാമത്തത് ലന്ന വ അഖവാത്തുഹ, അത് എത്രണ്ണമുണ്ട്? സമാനിയത്തു അഫ്ആലിൻ, 8 ഫീലുകളുണ്ട് ലന്ന അഖവാത്ത്. അഞ്ചാമത്തത് തെർഫുൽ ഇസ്മ വ തെൻസിബുൽ ഖബറ, ഖബറിന് നസ്ബ്, ഇസ്മിന് റഫ്, അതേതാണ്? അഫ്ആലുൽ മുഖാറബയാണ്. അഫ്ആലുൽ മുഖാറബക്കാണ് ഈ അമല് വരുന്നത്. ആറാമത്തത് മാലൈസ മുലാഫൻ ഔ ഷിബുഹു, മുലാഫ് ആവില്ല, മുലാഫിൻ്റെ ഷിബുഹു ആവില്ല. അത് ഏതാണ് ഇതിൽ? അൽ മുഫ്രദു, മുഫ്രദാണ്. രണ്ടാമത്തത് നുമയ്യിസു, വേർതിരിക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെ യോജിച്ചവ എഴുതി കൊടുക്കാനാണ്. എളുപ്പമാണ്. അഥവാത്തു ഷർത്ത്, ഷർത്തിൻ്റെ അടയാളങ്ങൾ ഏതൊക്കെയാണ്? ഷർത്തിന് ഉപയോഗിക്കുന്നത് ഹൈസുമ, അതുപോലെ തന്നെ അയ്യാന, മഹ്മ, മത്ത, ഇതൊക്കെ ഷർത്തിൻ്റെ അടയാളങ്ങളാണ്. ഇനി അസ്മാഉൽ അഫ്ആൽ, ഇസ്മു ഫീലുകൾ ഏതൊക്കെയാണ്? ഐഹാത്ത, ബൽഹ, അതുപോലെ തന്നെ ഷിർആന, ദൂനക്ക, ഇതൊക്കെ ഇസ്മു ഫീലുകളാണ്. ഇനി അഫ്ആലു ഷക്ക് വൽ യക്കീന്, ഷക്ക് വൽ യക്കീൻ്റെ ഫീലുകൾ ഏതൊക്കെയാണ് ഇതിൽ? ഹസിബ, അതേ പ്രകാരം തന്നെ ദറ, ഇത് രണ്ടും ഷക്ക് യക്കീൻ്റെ ഫീലുകളാണ്. ഇത് മറക്കരുത് നമ്മൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ 3 കാര്യങ്ങളും, ഷർത്തിൻ്റെയും ഇസ്മു ഫീലുകളും ഷക്ക് യക്കീൻ്റെതൊക്കെ വേർതിരിച്ച് പഠിച്ചാൽ അതുകൊണ്ട് പല നേട്ടങ്ങളും നമുക്കുണ്ടാവും. അതുകൊണ്ട് ആ വിഷയം വിട്ടുപോകരുത്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് മത്താ യുൻസബുൽ മുനാദ, മുനാദക്ക് എപ്പോഴാണ് നസ്ബ് ലഭിക്കുക? ഇദാ കാന നക്കിറത്തുൻ ഒയറ മക്സൂദത്തി, മക്സൂദല്ലാത്ത നക്കിറയാകുമ്പോഴോ, ഔ മുലാഫൻ, അല്ലെങ്കിൽ മുലാഫ് ആകുമ്പോഴോ, ഔ ഷിബുഹു മുലാഫ്, അല്ലെങ്കിൽ ഷിബുഹു മുലാഫോ ആകുമ്പോഴാണ് മുനാദക്ക് നസ്ബ് വരുന്നത്. ഷിബുഹു മുലാഫോ, മുലാഫോ ഒയറു മക്സൂദായ, ഉദ്ദേശമില്ലാത്തതായ നക്കിറയാകുമ്പോഴാണ് മുനാദക്ക് നസ്ബ് കിട്ടുന്നത്. ഇതൊക്കെ പാഠഭാഗത്തിൽ ഒരുപാട് വിശദീകരണം വരുന്നതായതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദീകരിക്കാനുള്ള ഒരു ടൈം വീഡിയോയിൽ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പാഠഭാഗവുമായിട്ട് ബന്ധം ഉണ്ടാക്കിയെടുക്കണം, ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
പറഞ്ഞ് വിശദീകരിച്ചു പോയാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതിൽ തന്നെ രണ്ടാമത്തത് മത്താ യൂസലു ചേർക്കപ്പെടുന്നത് എപ്പോഴാണ്? അഫ്അലു തഫ്ലീൽ ബി മിന്ന് കൊണ്ട് അഫ്ലലു തഫ്ലീലിനെ ചേർക്കപ്പെടുന്നത് എപ്പോഴാണ്? ഇൻ ജുരിദ അനിൽ അല്ലിനെ തൊട്ട് അതിനെ തനിപ്പിച്ചാലും വൽ ഇലാഫത്തി ചേർക്കുന്നതിനെ മറ്റൊന്നിലേക്ക് ചേർക്കുന്ന ഇലാഫത്തിനെ തൊട്ടും അല്ലിനെ തൊട്ടും അത് തനിച്ചു വരുമ്പോഴാണ് അതിന് അഫ്ലലു തഫ്ലീലിനെ മിന്നുമായി ചേർക്കുന്നത്. മൂന്നാമത്തത് തഅജ്ജുബു മാഹുവ. ഇത് നേരത്തെ നമ്മൾ വിശദീകരിച്ച ഒരു ചോദ്യമാണ്. ഇനിയും അത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ഓർമ്മയിലുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മറ്റേ ചോദ്യപ്പുള്ള ഈ ചോദ്യം ഉണ്ടല്ലോ, ഇസ്തിഅലാമു ഫിഅലി ഫായിലിൻ ലാഹിരിൽ മസിയത്തി. ഒരു ക്രിയ ചെയ്യുന്നയാളുടെ പ്രത്യക്ഷത്തിൽ ഉള്ള ഒരു വിഷയത്തിലുള്ള ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്നതാണെന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞല്ലോ. ആ വിഷയം തന്നെയാണ് ഈ തഅജ്ജുബ്. അതിൽ നാലാമത്തെ ചോദ്യം മത്താ യുർഫഉൽ മുലാരിയോ. ഇത് മറ്റേ പേപ്പറിൽ നമ്മൾ വായിച്ചതാണ്. മുലാരി ആയ ഫീലിംഗ് എപ്പോഴാണ് റഫ് വരുന്നത്? ഇതാ ഖലൽ ഫീലുൽ മുലാരിയോ, മുലാരി ആയ ഫീൽ ഒഴിവാണെങ്കിൽ മിൻ നാസിബിൻ വ ജാസിമിൻ, ജസ്മിൻ്റെ അക്ഷരത്തിൽ നിന്നും നെസ്ബിൻ്റെ അക്ഷരത്തിൽ നിന്നും മുലാരി ആയ ഫീൽ ഒഴിവാണെങ്കിൽ പിന്നെ അവിടെ എന്ത് തന്നെയാണ്? റഫ് തന്നെയാണ്. ഇനി അഞ്ചാമത്തത് മാതാ യുഹദഫു മിനൽ മുലാഫി. മുലാഫിൽ നിന്ന് എന്തിനൊക്കെ കളയപ്പെടും? തൻവീനെ കളയും, പിന്നെ നൂന് തസ്നിയത്തി വൽ ജംഇ വമാ ഉലിഹിക ബിഹിമ. തസ്നിയാൻ്റെയും ജംഇൻ്റെയും നൂനെ കളയപ്പെടും, അതിനോട് ചേർന്ന് വരുന്നവരെയും കളയുന്നു. ഇതാണ് മുലാഫിൽ നിന്ന് കളയുന്നത്, നമ്മൾ പ്രത്യേകം പഠിച്ചതാണ്. ഇനി ഇതിൽ നാലാമത്തെ ഒരു ചോദ്യം നക്തുബു ഇസ്നീൻ, രണ്ടെണ്ണം എഴുതാനാണ്. രണ്ടെണ്ണം എഴുതിയാൽ മതി, ഒരുപാടെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ, ഹംസു ലുആത്തിം ഫിൽ മുനാദ. മുനാദയിലുള്ള 5 ലുഅത്തുകൾ അൽ മുലാഫില യായിൽ മുത്തക്കല്ലിം. മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ മുനാദയിലുണ്ടാകുന്ന 5 ലുഅത്തുകൾ നമ്മൾ പഠിച്ചതാണ്. അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. ഹദഫുൽ യായിനെ കളയുക. ഒ ഇക്തിഫാഉ ബിൽ കസ്രി, കസ്റിനെ മതിയാക്കുക. പിന്നെ ഇസ്ബാത്തുൽ യായിനെ സ്ഥിരപ്പെടുത്തുക. സാക്കിനായിക്കൊണ്ട് യായിനെ സ്ഥിരപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം എഴുതി, ബാക്കി ഇനിയും 3 ഉണ്ട്. പഠിച്ചു വെച്ചാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ചിലപ്പോൾ ബ്രാക്കറ്റിൽ ചോദിച്ചാൽ ഏതാണെന്ന് മനസ്സിലാവണമെങ്കിലും പഠിച്ചിരിക്കണം. 2 സമാനിയത്തു ഷുറൂത്തിൽ ലിമാ യുബ്ന മിൻഹു ഫിഅല തഅജ്ജുബിൻ. തഅജ്ജുബിൻ്റെ 2 ഫീലുകളെ എടുക്കുന്നതിന് പറയപ്പെട്ട 8 നിബന്ധനകളുണ്ടല്ലോ, അതിൽ നിന്ന് 2 എണ്ണം. അൻ യക്കൂന മിൻ ഫഅല, അത് ഫഅലയിൽ നിന്നായിരിക്കണം. അൻ യക്കൂന മിന സുലാസി, സുലാസിയിൽപ്പെട്ടതായിരിക്കണം. സുലാസി എന്ന് പറഞ്ഞാൽ 3 അക്ഷരത്തിൻ്റെ മേൽ വരുന്നതാണ്. അപ്പോൾ ആ നിലക്കുള്ളതായിരിക്കണം എന്നുള്ള 2 എണ്ണത്തിന് നമ്മൾ തിരഞ്ഞെടുത്തു. ഇനി അഞ്ചാമത്തത് നുസഹിഹു, ശരിയാക്കാനാണ്. കഴിഞ്ഞ ചോദ്യപേപ്പറിലും ഇങ്ങനെ ശരിയാക്കാനുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാഠഭാഗത്തിൽ നല്ല ടച്ച് നമുക്കുണ്ടായിരിക്കണം, എങ്കിൽ തെറ്റ് ഏതാണെന്ന് തിരിച്ചറിയുള്ളൂ. അതിലൊന്നാമത് ഖാലിദുൻ അഫ്ളലു റിജാലിൻ എന്നാണ്. ഖാലിദുൻ അഫ്ളലു റജുലിൻ എന്നാണ് വേണ്ടത്. രണ്ടാമത്തത് ഇദ്മാ തെസ്തഇലു അസ്തഇലു എന്നുള്ളത് ഇദ്മാ തെസ്തഇൽ അസ്തഇൽ എന്നാണ് പറയേണ്ടത്. 3 നിഅമൽ അബ്ദു അയ്യൂബ എന്നുള്ളതിനെ നിഅമൽ അബ്ദു അയ്യൂബു എന്നാക്കി. 4 റുവൈദ മദീനുക ഇലൽ മൈസറ, റുവൈദ മദീനക ഇലൽ മൈസറ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആറാമത്തത് നുമസിൽ, ഉദാഹരണം കൊണ്ടുവരാനാണ്. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അൽ മുനാദൽ മബ്നിയു അലൽ വാവ്, വാവിൻ്റെ മേലിൽ മബ്നിയായ മുനാദ. യാ സൈദൂൻ. ഈ 2 അൽ മുനാദൽ മബ്നിയു അലൽ ലമ്മ്, ലമ്മിൻ്റെ മേലിൽ മബ്നിയായ മുനാദ. യാ സൈദു എന്ന്. മൂന്നാമത്തത് മസ്ദറു ഫഅലൽ ലാസിമി ദാലി അലൽ ഇംതിനാ, ഇംതിനായിൻ്റെ മേൽ അറിയിക്കുന്ന ലാസിമായ ഫഅലയുടെ മസ്ദർ എന്താണ്? ഇഫ്ആൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി 4 മസ്ദറു ഫഅലൽ ലാസിമി ദാലി അല ദാഇ, ദാഇൻ്റെ മേലിൽ അറിയിക്കുന്ന ലാസിമായ ഫഅലയുടെ മസ്ദർ എന്താണ്? അൽ ഫുആൽ എന്നുള്ളതാണ്. ഇനി ഏഴാമത്തത് നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. 1 കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസി സുദുറൻ വ അസ്ദഖന്നാസി ലഹ്ജതൻ വ അല്യനഹും അരീക്കത്തൻ വ അക്രമഹും അഷീറത്തൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നെഞ്ച് വിശാലതയുള്ളവരും സംസാരത്താൽ ഏറ്റവും സത്യസന്ധനും ഏറ്റവും ലോലമായ പ്രകൃതിക്കാരനും ഏറ്റവും ബഹുമാനമുള്ള കുടുംബക്കാരനുമായിരുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇനി എട്ടാമത്തത് നുറത്തിബു തെർത്തീബാക്കാനാണ്. ഡിസോർഡറായി കൊടുത്തിട്ടുണ്ട്, ബൈത്താണ്. ബൈത്തുകൾ പല പാഠങ്ങളിലുണ്ട്. കാണാതെ പഠിച്ചാലേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ശരിയായിട്ട് എഴുതാൻ പറ്റൂ. അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ ബയ്യോട്ട് പോകും. അപ്പോൾ ഇതെങ്ങനെ ഓർഡർ ആക്കിയിട്ട് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. വജ് അൽ മുനാദൻ സൊഹ ഇൻ തുലിഫ്ലിയ കഅബ്ദി അബ്ദി അബുദ അബുദ അബുദിയ. ഈ രൂപത്തിലാണ് അതിനെ പൂരിപ്പിക്കേണ്ടത്. ഇപ്പോൾ 2 ചോദ്യപേപ്പർ മുഴുവനായിട്ടും നമ്മൾ ഉത്തരസഹിതം വായിച്ചു പറഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. മറ്റുള്ള പേപ്പറുകളൊക്കെ ഉത്തരം നമ്മുടെ കൈവശമുണ്ട്. ലിസാൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. ഇൻഷാ അള്ളാ അടുത്ത വരുന്ന പേപ്പറിലൊക്കെ 3 ഉത്തരങ്ങൾ തന്നെ ഉണ്ടാകും. ഇതിൽ നമുക്ക് 2 ഉത്തരങ്ങളെ കിട്ടിയിട്ടുള്ളൂ. പേപ്പറിലെ ചോദ്യങ്ങൾ നമ്മൾ ഈ ചോദിച്ച ചോദ്യപേപ്പറിൽ ഏറെക്കുറെ ചോദ്യങ്ങളും അതിൽ തന്നെ ഉണ്ട്. ഒരുപോലെ വന്നതിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് എന്തായാലും പഠിച്ചു വെക്കുക. അതേ പ്രകാരം തന്നെ എല്ലാ പാഠങ്ങളും പരീക്ഷയ്ക്കുള്ള നിർദ്ദേശിപ്പിക്കപ്പെട്ട ഭാഗമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ പാഠഭാഗവും ഒഴിവിനനുസരിച്ച് നമ്മൾ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് അവസാനത്തെ 4 പാഠങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല സമയം കണ്ടെത്തി കൃത്യമായി പഠിച്ചു വെക്കുക. കൂടുതലും അറബി മനസ്സിലാക്കിക്കൊണ്ട് അറബിയിൽ തന്നെ എഴുതാൻ പറ്റുന്ന സ്ഥിതിയിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പം മുഴുവൻ മാർക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോകൾ നമുക്ക് ചെയ്യണം. അതിനുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് കൂടെ കൂടണമെന്ന് അറിയിക്കുന്നു. മറ്റു നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം.